പാലക്കാട് ജില്ല UDF-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായൊരു ജില്ലയല്ല, കംഫർട്ടബിളായിട്ടുള്ള ജില്ലയല്ല. കാരണം എന്താ വെച്ചാൽ അവിടെ ഈ BJP നേടുന്ന സ്വാധീനം അത് കോൺഗ്രസിനെ ബാധിക്കുന്നുണ്ടെന്നുള്ളതാണ്. കോൺഗ്രസിന് ഒരു ഏറ്റവും പ്രകടമായിട്ട് കോൺഗ്രസിന്റെ വോട്ട് BJP-യിലേക്ക് പോയ ഒരു ജില്ലയാണ്. കാരണം വെച്ചാൽ ഒന്നാമത് ഒരു ഹൈന്ദവ വിഭാഗങ്ങൾ ഭൂരിപക്ഷമുള്ള ജില്ല, വലിയ തോതിൽ ഭൂരിപക്ഷമുള്ള ജില്ലയാണ്. പിന്നെ അവിടെ ക്രിസ്ത്യൻ പോപ്പുലേഷൻ വളരെ കുറവാണ്. മുസ്ലിം ക്രിസ്ത്യൻ ഈ ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അവിടെയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ CPM ഹിന്ദു മുസ്ലിം വിഭാഗങ്ങൾ അവിടെയുള്ളൂ. ക്രിസ്ത്യൻ വിഭാഗം വളരെ കുറവാണ്, ഈ മണ്ണാർക്കാട് മേഖലയിലല്ലാതെ ഉള്ളതല്ല. പക്ഷെ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ BJP-യിലേക്ക് പോകുന്ന വോട്ടുകൾ കോൺഗ്രസിൻ്റെ വോട്ടുകളും CPM-ൻ്റെ വോട്ടുകളുമാണ്. അപ്പോഴേ CPM-ന് അവരുടെ ബേസിനെ പിടിച്ചു നിർത്താൻ കഴിയുന്നുണ്ട്. എന്നാൽ കോൺഗ്രസ്സിന് അതിൻ്റെ ബേസുകളെ പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. എന്താ കാരണം വെച്ചാൽ ഒരു കാര്യം ഞാൻ പറഞ്ഞാൽ 1971 കാസർഗോഡ് തോറ്റുപോകുമെന്ന് പേടിച്ചിട്ട് AK ഗോപാലൻ മത്സരിക്കാൻ വന്ന് പാലക്കാട്ടേക്കാണ്. കാരണം അത്രയേറെ ഉറപ്പാണ് പാലക്കാടിനെ സംബന്ധിച്ചുള്ള അന്നും CPM-നുള്ളത്. ഇപ്പോഴും ഒരു പക്ഷേ അവരുടെ ബേസ് വോട്ട് ബേസിന് വലിയ ഒരു നമ്മൾ ഇൻഡാക്റ്റ് എന്നൊക്കെ പറയില്ലേ, വലിയ പരിക്കില്ലാതെ CPM അവരുടെ വോട്ട് ബേസിനെ പിടിച്ചു നിർത്തുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ്. തോക്കുകയും ചെയ്തു ഇലക്ഷനിൽ, കടന്നപ്പള്ളി ജയിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പാലക്കാട് CPM-ന് ഇപ്പോഴും അവരുടെ ബേസ് തൊടാൻ ആർക്കും പറ്റിയിട്ടില്ല. പക്ഷേ കോൺഗ്രസിന് ഇപ്പോഴും ഈ പറയുന്ന പോലെ വലിയൊരു നേട്ടങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കാൻ കഴിയുന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. കാരണം ഷാഫി പറമ്പിലായതുകൊണ്ട് മാത്രമാണ് പാലക്കാട് ജയിച്ചത്. അല്ലെങ്കിൽ ആ സീറ്റ്, കാരണം ഈ നേരത്തെ ജേക്കബ് സാറ് പറഞ്ഞ ചില ഘടകങ്ങളുണ്ട്. കാരണം മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്തു, മറ്റു പല ഘടകങ്ങളും ഉണ്ടായി. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് ജയിച്ചതും ഈ പറയുന്ന പോലെ BJP-ക്കുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഒരു പുതിയൊരു ഫേസ് ജനം എല്ലാം കൂടി ഒരിക്കലും മാത്രം സംഭവിക്കുന്ന കാര്യമാണ് അതൊക്കെ. പക്ഷേ ഇപ്പോൾ ഈ പാലക്കാട് കഴിഞ്ഞാൽ നിയോജക മണ്ഡലം കഴിഞ്ഞാൽ കോൺഗ്രസിന് സ്വാധീനമുള്ള നിയോജക മണ്ഡലം എന്ന് പറയാനില്ല എന്നുള്ളതാണ് അവിടെ വലിയൊരു അത്ഭുതം.